പാലക്കാട് മൂന്നാം സ്ഥാനത്തായെങ്കിലും ഡോക്ടർ പി സരിനെ കൈവിടില്ല എന്ന് വ്യക്തമാക്കി CPIM. പി സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഡോക്ടർ പി സരിനെതിരെ പാർട്ടിയിലും മുന്നണിക്കുള്ളിലും വിമർശനമുയരുന്നുണ്ടെങ്കിലും ചേർത്തു നിർത്താനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പി സരിന് കവചമൊരുക്കി CPIM നേതാക്കൾ രംഗത്തിറങ്ങി. സരിൻ ഈ തെരഞ്ഞെടുപ്പ് LDF പാലക്കാട്ട് വിജയിക്കുമെന്ന ഉറപ്പിൽ വന്ന ഒരാളല്ല. സരിനെ ഇടതുപക്ഷക്കാരനാക്കിയിട്ട് തന്നെ ഞങ്ങളൊപ്പം നിർത്തും. പരാജയത്തിൽ നിരാശയില്ലെന്ന് 24 മോർണിംഗ് ഷോയിൽ ഡോക്ടർ പി സരിനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല, ഒരു പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളുടെ അവസാനത്തെ ജനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളതിൻ്റെ സൂചന. അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വഴി മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിരാശയല്ല ഉള്ളത്, പകരം കൂടുതൽ പ്രതീക്ഷയാണ്. ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് CPI നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി എത്തിയതിന് പിന്നാലെയാണ് CPIM നേതാക്കളുടെ പ്രതിരോധം. രായ്ക്ക് രാമാനമുള്ള രാഷ്ട്രീയ കൂടുമാറ്റത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഈ രായ്ക്ക് രാമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുമാറ്റത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയം എടുത്തറിയാൻ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ബിനോയ് വിശ്വത്തിന്റെ വിമർശനം തന്നെ ഉദ്ദേശിച്ചാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്നായിരുന്നു പി സരിന്റെ മറുപടി. പി സരിനെ അറിയില്ലെന്ന് CPIയുടെ മുതിർന്ന നേതാവ് C ദിവാകരൻ പറഞ്ഞു. ഡോക്ടർ പി സരിനെ തിരിച്ചെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് 24.